ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒത്തിരി ദിവസമായില്ലേ നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട്, പ്രത്യേകിച്ച് ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇട്ടിട്ട്. അപ്പോൾ ഞാനോർത്ത് ഇന്ന് മക്കൾക്ക് 2 പേർക്കും അവധിയാണ്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ഇട്ടേക്കാന്ന് ഓർത്ത്. ഇന്ന് ഗാന്ധി ജയന്തി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ അടുക്കളയിൽ പതിവ് കലാപരിപാടികളിലേക്കൊക്കെ കടന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ആദ്യം നമ്മുടെ കാപ്പിക്കുള്ള വെള്ളമൊക്കെ ആദ്യമേ വെക്കാം. അപ്പോൾ അതൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ കുറച്ച് ആപ്പിളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അത് ഞങ്ങൾ രാത്രി കിടക്കാൻ നേരം അതിങ്ങനെ കൊട്ടയിട്ട് മൂടി വെച്ചേക്കും. ഫ്രിഡ്ജിൽ വെച്ചാൽ എല്ലാവർക്കും കഴിക്കാൻ മടിയാണ്. അപ്പോൾ അത് കാരണം ഞാനങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് അധികം കൊടുക്കാറുമില്ല കേട്ടോ, തണുപ്പല്ലേ. അതുകൊണ്ട് ഇങ്ങനെ കൊട്ടയിട്ട് മൂടി വെച്ചേക്കും. അല്ലെ വല്ല പാറ്റായോ പല്ലിയൊക്കെ രാത്രി കയറിയെങ്കിലോ എന്ന് അറിയാനൊക്കത്തില്ലല്ലോ നമുക്ക്. അതുകൊണ്ട് അപ്പോൾ ഞാൻ രാവിലെ അതൊക്കെ കാപ്പിക്കുള്ള വെള്ളം വെച്ചേച്ച് വന്ന് ബ്രഷൊക്കെ ചെയ്തു, കഥകൊക്കെ ഒന്ന് തുറന്ന് വെളിയിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങി കേട്ടോ. എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന എല്ലാവർക്കും അറിയാം, ഇതൊക്കെ ഇവിടുത്തെ സ്ഥിരം കാഴ്ചകളാണ്. രാവിലെ എഴുന്നേറ്റ് ഒന്ന് കഥക് തുറന്ന് പുറത്തൊക്കെ ഇറങ്ങി ഒന്ന് നോക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്ന് കുറച്ച് പാത്രമൊക്കെ ഞാൻ ഇന്നലെ രാത്രി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നതെല്ലാം ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. രാവിലെ എഴുന്നേറ്റ് ഞാൻ ആദ്യമേ ചെയ്യുന്ന പരിപാടിയാണത്. ഇന്ന് അന്നേരം അതിന് രാവിലെ സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഇന്ന് കാപ്പിയൊക്കെ വെച്ച് ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ അതെല്ലാം ഒന്ന് എടുത്ത് വെച്ചു. അത് കഴിഞ്ഞ് നമ്മൾ കഞ്ഞിക്കുള്ള ചോറ് വെക്കാനുള്ള അരി ഇട്ടു, ഒരു 2-3 മുട്ട പുഴുങ്ങാനെല്ലാം വെച്ചു. അപ്പോഴേക്കും നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാപ്പിക്കുള്ള. അപ്പോൾ 2 ദിവസമായിട്ട് ചേട്ടായിക്ക് കാപ്പി മതി എന്ന് പറഞ്ഞു രാവിലെ. അതുകൊണ്ട് ചേട്ടായിക്ക് കാപ്പിപ്പൊടി ഇട്ട് കാപ്പി എടുത്തു. ആദ്യക്കൂട്ടന് കടിഞ്ചായ ഇട്ടു കേട്ടോ. അവന് രാവിലെ ഒരു ഗ്ലാസ് കടിഞ്ചായ വേണം. ഞാനും കല്ലു ഒന്നും അങ്ങനെ അധികം കഴിക്കത്തില്ല. പിന്നെ ചിലപ്പോൾ തോന്നിയാൽ ഒരു ഗ്ലാസ് കുടിക്കും, അത്രയേ ഉള്ളൂ. അങ്ങനെ നിർബന്ധമൊന്നുമില്ല. പക്ഷേ അച്ഛനും മോനും നിർബന്ധമാണ് കേട്ടോ. അവർക്ക് 2 പേർക്കും, ഒരാൾക്ക് കാപ്പി ഒരാൾക്ക് ചായ മതി. നേരത്തെ ചേട്ടായും കടിഞ്ചായനാണ് കുടിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. ഇപ്പോൾ 2 ദിവസമായിട്ട് എന്തോ കാപ്പിപ്പൊടിക്കൊരു കൊതി. അപ്പോൾ കാപ്പി വേണമെന്ന് പറഞ്ഞിട്ട് 2-3 ദിവസമായിട്ട് കുടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ അതെല്ലാം ചോറൊക്കെ അടുപ്പത്ത് വെച്ച് മുട്ടയും പുഴുങ്ങാൻ വെച്ചിട്ട് ഞാൻ അതിൻ്റെ കറിക്കുള്ളതെല്ലാം റെഡിയാക്കുകയാണ് കേട്ടോ. ഇന്ന് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും അതുപോലെ തന്നെ മുളക് ഇടിച്ചതൊക്കെയാണ്. നമുക്കങ്ങനെ ഭയങ്കര ഗംഭീരമായിട്ടുള്ള കറികളൊന്നുമില്ല, എന്നാൽ കുറച്ച് നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഞാൻ രാവിലെ വെണ്ടയ്ക്കയെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതെല്ലാം ഒന്ന് അരിഞ്ഞ് പെറുക്കിയൊക്കെ വെക്കണം. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ മുളക് ചമ്മന്തി ഉണ്ടാക്കാനുള്ള പരിപാടിയൊക്കെ നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഒന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തോട്ട് വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. വറ്റൽമുളകാണ് ഇടിച്ച് ചമ്മന്തി ആയിട്ട് എടുക്കുന്നത്. വേറെ ഒന്നുമില്ല, നമ്മൾ ഇതിങ്ങനെ മൂപ്പിച്ചെടുത്ത ശേഷം അതിനകത്തേക്ക് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് വിനാഗിരി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഇട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. ചമ്മന്തി അങ്ങനെ ആക്കിയെടുക്കാം. പിന്നെ ആ എണ്ണയിൽ തന്നെയാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കടുക് പൊട്ടിച്ച് നമുക്ക് വെണ്ടയ്ക്കയും കൂടി ഒന്ന് വഴറ്റാൻ വെക്കാം. അപ്പോഴത്തേക്കും നമ്മൾ ഇച്ചിരി ഉപ്പും ആക്കിയിട്ട് വെണ്ടയ്ക്ക ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പാലും കൂടെ വെച്ചിട്ടുണ്ട് അപ്പുറത്തെ അടുപ്പിൽ. രാവിലെ നമ്മുടെ പണിയൊക്കെ ഒതുക്കുക എന്നുള്ള പരിപാടിയിലാണ്. ഇന്ന് വേറെയും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ മുളക് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു മുട്ടയും കൂടെ പൊരിച്ചാൽ നമ്മുടെ ഊണിനുള്ള പരിപാടികളൊക്കെ ഏകദേശം കഴിയും കേട്ടോ. അപ്പോൾ ഞാൻ ചേട്ടായിക്ക് മാത്രമേ ഇപ്പോൾ പൊരിക്കുന്നുള്ളൂ. ഉച്ചക്കത്തേക്ക് ഞങ്ങൾക്ക് പിന്നെ ഉച്ചയ്ക്ക് അന്നേരം പൊരിച്ചെടുക്കാമല്ലോ എന്ന് ഓർത്ത്. അപ്പോഴേക്കും ചേട്ടായി എഴുന്നേറ്റ് വന്ന് പല്ലുതേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ചായ കുടിക്കുവാണ്. ഇനി നമുക്ക് ചേട്ടായിക്കുള്ള പൊതിയൊക്കെ കേട്ടാം. അപ്പോൾ നമ്മുടെ ചോറും മുളകും മെഴുക്കുവരട്ടിയും മുട്ടയും എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചേട്ടായിക്ക് കുറച്ച് ചോറിട്ടാൽ മതി എന്ന് എന്നും പറയും, കൊണ്ടുവന്ന് കാക്കയ്ക്ക് കൊടുക്കുവാണെന്നൊക്കെ. പക്ഷേ എന്നാലും നമുക്ക് എന്തോ അങ്ങോട്ട് വിളമ്പുമ്പോൾ ഒരു തൃപ്തി വരത്തില്ലല്ലേ. അപ്പോൾ ഞാൻ എന്ത് പറഞ്ഞാലും കുറച്ചിങ്ങനെ ചോറിങ്ങനെ കൂടുതൽ ഇട്ട് കൊടുക്കും കേട്ടോ. ചോറൊക്കെ വിളമ്പി അതിനകത്ത് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി, നമ്മളെ സ്പെഷ്യൽ മുളക് ചമ്മന്തിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. മുട്ട പിന്നെ ഞാൻ ചോറിൻ്റെ കൂടെ അല്ല കേട്ടോ, സെപ്പറേറ്റ് ഒരു പാത്രത്തിലാണ് പൊരിച്ച് കൊടുത്ത് വിടുന്നത്. അങ്ങനെ മുട്ട അധികം പൊരിച്ച് കൊടുത്ത് വിടാറില്ല, ചേട്ടായിക്ക് അത്ര ഇഷ്ടമില്ല. അങ്ങനെ ഉച്ചയാകുമ്പോഴത്തേനും തണുത്തിട്ടൊരു വല്ലാത്തൊരു ഇത് വരുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്താ ചേട്ടായി പോകാൻ ഒരുങ്ങി കേട്ടോ. അപ്പോൾ പോകാൻ ഇറങ്ങിയപ്പോഴാണ് എന്തോ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് എടുക്കാൻ വേണ്ടിയിട്ട് കയറിപ്പോയതാണ്. ആ സമയത്ത് ആദ്യക്കൂട്ടൻ എഴുന്നേറ്റ് വന്നത് അവിടെ തിണ്ണയിൽ മാറി കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ആശാനെ എടുത്തുകൊണ്ടാണ് അകത്തോട്ട് കയറി വന്നത്. അപ്പോൾ ചേട്ടായി രാവിലെ പണിക്ക് പോയിട്ടുണ്ട്. കല്ലൂസ് എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ ആദ്യക്കുട്ടിനെ എടുത്തുകൊണ്ട് അകത്ത് വന്ന് പിന്നെ സാറിന് രാവിലെ കാപ്പിയൊക്കെ കൊടുത്തു കേട്ടോ. രാവിലെ ഒരു ഗ്ലാസ് കടിഞ്ചായ, ഞാൻ പറഞ്ഞില്ലേ അവനൊരു ഗ്ലാസ് കടിഞ്ചായ രാവിലെ വേണം. രാവിലെ വെറും വയറ്റിലതങ്ങനെ കുടിക്കുന്നത് നല്ലതല്ല എന്ന് എനിക്കറിയാം, എന്നാലും അവനങ്ങനെ ചേട്ടായി അങ്ങനെ കുടിക്കുവേ. അപ്പോൾ അതങ്ങനെ കണ്ട് ശീലമായതുകൊണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ആദ്യക്കുട്ടിന് കാപ്പിയൊക്കെ കൊടുത്തേച്ച് വന്ന് ഞാൻ അടുക്കളയ്ക്ക് എല്ലാം ഒന്ന് തുടച്ചെല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ പോയി കല്ലൂസിനെ വിളിച്ചു. മോളെ എഴുന്നേറ്റിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്നും രാവിലെ എഴുന്നേൽക്കുന്ന കാരണം അവധിയുള്ള ദിവസം ഞാനങ്ങനെ ഒത്തിരി രാവിലെ വിളിക്കാറില്ല കേട്ടോ. അപ്പോൾ മോളെ എഴുന്നേറ്റൊന്ന് ഫ്രഷൊക്കെ ആകാൻ പോയപ്പോഴേക്കും ഞാൻ പാത്രമൊക്കെ കഴിയാറുണ്ടായിരുന്നു. നമുക്കിന്ന് അടുക്കളയിലെയും അകത്തെ പണികളൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് പുറത്ത് കുറച്ചധികം പണികളുണ്ടായിരുന്നു. നമുക്കൊന്ന് കാട് തെളിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ
അപ്പിടി പുല്ല് പെട്ടെന്ന് ഇങ്ങനെ കാട് കയറുവേ. അപ്പോൾ നമ്മൾ മുറ്റമൊക്കെ ഇങ്ങനെ ഫ്രണ്ട് വശവും സൈഡും ഒക്കെ നമ്മൾ തൂക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കുറേശ്ശെ പുല്ല് കിളുത്ത് വരുന്നത് അന്നേരം നുള്ളി കളയുകയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മുടെ ഫൗണ്ടേഷനിലും ഒരു റൂം പിടിക്കാനുള്ള ഒരു സ്പേസ് നമുക്ക് അപ്പുറത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവിടെയും അതിൻ്റെ താഴെവശത്ത് കുറച്ച് കോൺക്രീറ്റ് ചെയ്യാത്ത സ്ഥലമുണ്ട്. അവിടെയൊക്കെ ആയിട്ട് നമ്മളങ്ങനെ എപ്പോഴും തൂക്കുന്ന വശമല്ല. അപ്പോൾ അത് കാരണം അവിടെ പെട്ടെന്ന് പുല്ല് പിടിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഓണസമയത്ത് എല്ലാം ക്ലീൻ ആക്കിയതാണ്. പക്ഷേ വീണ്ടും അവിടെ കാട് കയറിയിട്ടുണ്ട്. അപ്പം ഞാൻ ഓർത്ത് എന്നാൽ അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാമല്ലോ എന്ന് ഓർത്തു. അതുകൊണ്ട് നമ്മളിന്ന് നമ്മുടെ ഗാന്ധി ജയന്തിയായിട്ട് സേവനവാരത്തിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ നമുക്ക് എന്താ പറയുക, നമുക്കൊരു ഉഷാറ് തോന്നി ഇന്നങ്ങനെ ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരു ദിവസമൊക്കെ തോന്നാറില്ലേ? അങ്ങനെയൊക്കെ തോന്നുമ്പോഴാണ് കേട്ടോ ഞാനിങ്ങനെ ചാടി ഇറങ്ങി പെട്ടെന്ന് ഇതൊക്കെ ചെയ്യുന്നത്. എനിക്കിങ്ങനെ വീടിൻ്റെ പുറം ക്ലീനിങ്ങും അതുപോലെ തന്നെ ഇച്ചിരി ചെറിയ കൃഷി പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. പക്ഷേ എന്താ പറയുന്നത്, ഞാൻ ഇതിനു മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എനിക്കിങ്ങനെ ഉറുമ്പൊക്കെ കുത്തിയാലൊക്കെ പെട്ടെന്ന് അലർജി ആകുന്ന കൂട്ടത്തിലാണ് കേട്ടോ. അതുകൊണ്ട് ചേട്ടായി എന്നെ അതിനെ ഒത്തിരി അങ്ങനെ പ്രോത്സാഹിപ്പിക്കാറില്ല. അപ്പോൾ അതായത് നമ്മൾ താഴെയുള്ള പുല്ലെല്ലാം പറിച്ചെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഫൗണ്ടേഷനെ കുറച്ച് കാടും കാര്യങ്ങളും ഒക്കെ നിൽപ്പുണ്ട്. അതൊക്കെ ഒന്നെല്ലാം പറിച്ച് വൃത്തിയാക്കണം. ഇതിൽ കുറേ ചാക്കിരിക്കുന്നത് ഞാൻ ഓരോ പച്ചക്കറികളും കാര്യങ്ങളൊക്കെ നടാൻ വേണ്ടിയിട്ട് നിറച്ച് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അതിലാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് പയറൊക്കെ ഇട്ട് കൊടുക്കാറൊക്കെ ഉള്ളത്. ഞാൻ ഇടയ്ക്ക് നിങ്ങളെൻ്റെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അതായത് നമ്മുടെ ആവൊക്കെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി ഒന്ന് പോയി കുളിക്കണം, സ്വസ്ഥമാകണം. ഇങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് നന്നായിട്ട് വിയർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എല്ലാവരും പറയും വിയർപ്പൊക്കെ ഒന്ന് ആറിക്കഴിഞ്ഞ് പതിയെ കുളിക്കാവുള്ളൂ. പക്ഷേ എനിക്ക് അത്രയും നേരം ഇരിക്കാനുള്ള ക്ഷമയും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. എനിക്ക് പെട്ടെന്ന് കുളിച്ചില്ല, വിയർത്ത് ഭയങ്കരമായിട്ട് മണ്ണും ഇങ്ങനെ അഴുക്കുമൊക്കെ ആയിട്ട് വന്നിട്ട് പെട്ടെന്ന് കുളിച്ചില്ല, എന്തോ ഭയങ്കര അസ്വസ്ഥതയാണ്. അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 9-9:30 ആയി കാണും. അത്രയും ടൈമേ ആയിട്ടുള്ളൂ. പക്ഷേ ഭയങ്കര വെയിലാണ്. നമുക്ക് വെളിയിൽ ഇറങ്ങിപ്പോയി അതൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല. ഇവിടെ ഭയങ്കര വെയിലാണ് കേട്ടോ. ഞാൻ പലപ്പോഴും നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു, കല്ലൂസും പോയി കുളിച്ചൊക്കെ വന്നു കേട്ടോ. ഇനി ഞങ്ങൾ കാപ്പിയൊക്കെ കുടിക്കുമായിരുന്നു. ഞങ്ങൾ 3 പേരും കൂടി ഇരുന്ന് TV ഒക്കെ കണ്ട് കുറച്ച് നേരം കാപ്പിയൊക്കെ കഴിച്ചു, കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് പിന്നെ അതേ ആദ്യക്കൂട്ടം പന്ത് കളിക്കാൻ വെളിയിൽ ഇറങ്ങി കേട്ടോ. ഭയങ്കര വെയിലാണ്, ഇപ്പോഴേ ഇറങ്ങണ്ട ആദ്യക്കൂട്ട വാ എന്ന് പറഞ്ഞിട്ട് കേൾക്കത്തില്ല. ഞാൻ കളിക്കുവാണെന്നും പറഞ്ഞുകൊണ്ട് കുറേ നേരം അവിടെ നിന്ന് കളിച്ചു കേട്ടോ. പിന്നെ ഞാനും കല്ലൂസും കൂടെ കുറച്ച് നേരം ആ തിണ്ണേ മാറിയിരുന്നു. അവരുടെ കൂടെ അവരുടെ സ്കൂളിലെ കഥയും വിശേഷങ്ങളും ഒക്കെ കേട്ടു. കുറച്ച് നേരം ആദ്യക്കുട്ടൻ്റെ കൂടെ കളിച്ചു. അപ്പോൾ അതേ കല്ലൂസ് വെളിയിൽ ഇറങ്ങിപ്പോയിന്ന് കളിക്കാൻ പറഞ്ഞപ്പോൾ കേൾക്കുന്നില്ല. അപ്പോൾ ചെടിയുടെ മണ്ടയ്ക്ക് വീണേനാണ് കേട്ടോ അവൾ അയ്യോന്ന് വെച്ചത്. അവിടെ നിറച്ച് 10 മണിയൊക്കെ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പന്തൊക്കെ തട്ടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ മണ്ടയ്ക്കൊക്കെ വീഴും. ഇവിടെ ചട്ടിയിൽ നിറച്ച് വെച്ചേക്കുന്നതിനകത്തുമൊക്കെ വീഴാറുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ ഞങ്ങൾ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം വന്ന് ഇരുന്ന് ഇങ്ങനെ നമ്മുടെ പഠിത്തവും കാര്യങ്ങളൊക്കെ അവർ കുറച്ച് നേരം നോട്ടൊക്കെ എഴുതാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ചെയ്യിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ചോറൊക്കെ ഉണ്ടിട്ട് അമ്മയും മക്കളും കൂടെ കുറച്ച് നേരം മാറി കിടന്നു കേട്ടോ ഉച്ചയ്ക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ. ഉച്ചയ്ക്ക് ഊണുമൊക്കെ കഴിഞ്ഞൊന്ന് കിടന്നേച്ചും വൈകിട്ട് എഴുന്നേറ്റ് നമ്മുടെ പരിപാടികളൊക്കെ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു.